എങ്ങനെയുണ്ട് ക്യാൻറ്റീനിൽ ഇങ്ങനെ നിന്നിട്ടുള്ളൊരു അനുഭവം എന്തുവാ? ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേടിയാവുന്നു ഇങ്ങനെയൊക്കെ നിൽക്കുന്നതാണ്. ഏകദേശം റിങ് വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ നെറ്റിലിട്ട് ഉറപ്പിക്കും. ഇപ്പം നമ്മുടെ മോട്ടർ കണ്ടില്ലേ, വെള്ളത്തിനകത്ത് തന്നെ കിടന്ന് മണ്ണിൽ പൊതഞ്ഞ് കിടക്കുമായിരുന്നു. എന്തെല്ലാം ജോലിയെന്നറിയാം. അതിന് ഇടയ്ക്കൂടെ ഈ രണ്ട് പിള്ളേർ അവർക്കാണ്ട് ഒരു മണിയൊക്കെ, ഇത് മണിയല്ല, ഒരു ചുമന്ന റിബണൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിണറിനെ കുറിച്ചുള്ളതായൊരു വീഡിയോ ആണ്. ഇപ്പം വെള്ളം കൂടി മുട്ടി നിൽക്കുന്നതായ ഒരു സമയമാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരാഴ്ചക്കാലം എന്ന് പറയുന്നത്. ഇനി ഒരാഴ്ചയും കൂടെ ഞങ്ങൾ വെള്ളത്തിന് വളരെയധികം ഷോർട്ടേജായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാരണം ഞങ്ങളുടെ കിണർ ഉണ്ടാക്കിയിട്ട് കാലം കുറേയായി. അപ്പച്ചൻ്റെ കാലത്തെ ചെയ്ത കിണറായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് പണിയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നു. കാരണം അപ്പച്ചൻ മരിച്ചിട്ട് തന്നെ 55 വർഷമായി. അതിനു മുമ്പേ ചെയ്ത, ഒരുപാട് കാലത്തിന് മുമ്പ് ചെയ്തതായ കിണറാണ്. അപ്പം തൊടിയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 10-30 തൊടിയോളം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിഭാഗത്തുള്ള തൊടിയൊക്കെ അത് പൂർണ്ണമായും പൊടിയാനൊക്കെ തുടങ്ങി. അപ്പം വെള്ളത്തിനൊക്കെ ഒരു പുളിരസമൊക്കെ വരാനായിട്ട് തുടങ്ങി. അപ്പം അതിൻ്റെ പണികളും കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ കിണർ വൃത്തിയാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ പണിയിലാണ്. ഇപ്പോൾ 5 പേരാണ് ഇതിൻ്റെ പണി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കിണറ്റിൻ്റെ അകത്ത് വെച്ചതായ റിങ്, അത് തൊടി എന്ന് പറയും. അത് പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഒരു 45-50 വർഷത്തോളം ആയ തൊടിയായിരുന്നു. അപ്പോൾ അടിഭാഗത്തു നിന്നൊക്കെ അത് ചെറുതായിട്ട് പൊടിയാനും വെള്ളത്തിന് ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ അതിനകത്തിരുന്ന എല്ലാ തൊടിയും 25-27 തൊടിയും കണ്ടുണ്ടായിരുന്നു. അതെല്ലാം പൊട്ടിച്ച് മേലെടുത്തു. പിന്നെ അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന മണ്ണും ചരലും അഴുക്കും എല്ലാം വൃത്തിയാക്കിയിട്ട് ആണ്. ഇത്രയും മണൽ അഴുക്കും എല്ലാം ഉണ്ട്. അഴുക്കെന്ന് പറയാൻ പറ്റത്തില്ല, അന്ന് നിറച്ചതായ മണ്ണ് ചരൽ എല്ലാം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരേപോലത്തുള്ള തൊടിയാണ് ഇനി നമ്മൾ ഇറക്കാൻ പോകുന്നത്. നമ്മുടെ കിണറ്റിലോട്ട് തൊടി ഇറക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. റിസ്ക്കുള്ള പണി തന്നെയാണ് കേട്ടോ. 2 എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ റിങ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് 4 ചുറ്റും കമ്പി വെച്ചിട്ട് ലോക്ക് ചെയ്യും. ഇനി പയ്യെ എന്നിട്ട് ആ ഇരുമ്പ് കമ്പി മാറ്റിയിട്ട് വടം വരച്ച് പയ്യെ താഴോട്ട് ഇറക്കും. 5 പേരുടെ പണിയാണ് ഇവിടെ നടക്കുന്നത്. പയ്യെ ഇറക്കാണ് ചെയ്യുന്നത്. നമ്മുടെ റിങ് ഏറ്റവും അടിക്ക് എന്നിട്ടുണ്ട്. അത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കണം. ഇതേപോലുള്ള 25 റിങ്ങാണ് ഇതിനകത്ത് ഇറക്കേണ്ടത്. ഇതിനിപ്പം കിണറ്റിൻ്റെ മണ്ടലോട്ടൊക്കെ വെക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അതിന് വേറെ കിണറ്റിൻ്റെ മണ്ടയിലോട്ട് എടുത്ത് വയ്ക്കും. അതിന് കറക്റ്റ് പോയിന്റിൽ വെച്ചിട്ട് വേണം കിണറ്റിൻ്റെ വക്കിലൊന്നും തട്ടാതെ താഴോട്ട് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട്. ഇതാണ് ആ റിങ്ങിനെ ബന്ധിപ്പിക്കുന്നതായ ആ കമ്പികൾ കണ്ടില്ലേ, ഒരു കുളത്താണത്. 4 കുളത്തിനകത്താണ് ഇത് പോകുന്നത്. അതൊരു കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ കിണറ്റിൻ്റെ പണികളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. കേരളത്തിന് പുറത്തും മഹാരാഷ്ട്ര, കർണാടക ഒക്കെ പോയിട്ട് ഇവർ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ കിണറൊക്കെ വൃത്തിയാക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇപ്പം റിങ്ങിൻ്റെ കൂടെ തന്നെ ഒരാളും കൂടെ നമ്മുടെ കിണറ്റിനകത്തോട്ട് ഇറങ്ങിയിട്ട് അത് അവിടെ കൊണ്ട് വെച്ച് എല്ലാം ഒപ്പം തന്നെ സെറ്റ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഒരാൾക്ക് കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കയറി വരികയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട്. കിണറ്റിൻ്റെയൊക്കെ പണിയെന്ന് പറഞ്ഞാൽ നല്ല റിസ്ക്കുള്ളൊരു പണി തന്നെയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുന്നവരാണെങ്കിലും വീട്ടിലുള്ളവരും എല്ലാവരും സത്യത്തിൽ ദൈവത്തെ വിളിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇറങ്ങി വെച്ചിട്ട് പുള്ളി മേളിലോട്ട് കയറി വന്നു.
ഏകദേശം റിങ് വെച്ചതിന് ശേഷം ഉണ്ടല്ലോ അവർ പിന്നെ അതിൻ്റെ സൈഡൊക്കെ മെറ്റിലിട്ട് ഉറപ്പിക്കും. ഇപ്പം മേളിൽ നിന്ന് അവർ മെറ്റിൽ അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മേളിൽ നിന്ന് താഴോട്ട് അവിടെ പലകയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ എന്തൊക്കെ വിരിച്ചൊക്കെ ഇട്ടിട്ട് അതിനകത്താണ് ഈ മെറ്റിൽ കൊണ്ടുവന്ന് ഇടുന്നത്. ഇപ്പോൾ ഈ മെറ്റിൽ ഇറക്കുന്നത് പോലെ തന്നെ പണ്ട് കാലത്ത് ഇതിനകത്ത് മണൽ, അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഉള്ളതായ ചരലുകൾ ഒക്കെയാണ് പണ്ട് നിറച്ചിരുന്നത്. അപ്പോൾ അതെല്ലാമാണ് ഈ കോരിയിട്ടിരിക്കുന്നത്. അപ്പം ഒരു 1.5 ലോറി 2 ലോറി സാധനമുണ്ട് ഇത്. ഇനിയിപ്പം നമുക്ക് ഇവിടെയൊക്കെ ഇത് മണ്ണൊക്കെ ഇട്ട് നികത്താം, അതേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ മോട്ടർ കണ്ടില്ലേ, വെള്ളത്തിനകത്ത് തന്നെ കിടന്ന് മണ്ണിൽ പൊതഞ്ഞ് കിടക്കുമായിരുന്നു. ഇനി അതെല്ലാം ക്ലീൻ ചെയ്തെങ്കിലും നമുക്ക് വീണ്ടും അതിനകത്തോട്ട് ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പൈപ്പും എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി പ്ലംബർ വന്നിട്ടേ ഇനി ഇതെല്ലാം ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ നിറച്ചിരുന്ന ചരല് അതിൻ്റെ സൈഡിലെല്ലാം അവർ കവർ ചെയ്തു, എന്ന് വെച്ചാൽ ചുറ്റും നിറച്ചു. ഇനി അടുത്ത തൊടി ഇറക്കാൻ പോവാം. അപ്പം 12 തൊടി ഇറക്കിയിട്ടുണ്ട് അല്ലേ, 13ാമത്തെ ഇറക്കാൻ പോവാം. വീണ്ടും പഴയ രീതിയിൽ തന്നെ ഇനി കിണറ്റിൻ്റെ മണ്ടയ്ക്കോട്ട് എടുത്ത് വെക്കുക. അപ്പം എത്ര എണ്ണം ഇത് ഇറക്കിയിട്ട് ചരലിടുന്നത്? താഴ്ചയില്ലാത്ത കിണറാണെന്നുണ്ടെങ്കിൽ 2 സ്റ്റെപ്പായിട്ട് ചെയ്യത്തേ ഉള്ളൂ. ഒരു 10-15 വെച്ചിട്ട് ഒന്നിച്ചിറക്കും, ബാക്കി കൂടെ വെച്ചിട്ടും കിടക്കത്തില്ല. ഇത് ഇത്ര ആഴം കിടക്കുന്നുണ്ട്. കുറേശ്ശെ ഇപ്പം നിങ്ങൾ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് പണി? ഇത് ഞാനൊരു 10-20 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഏത് സ്ഥലത്ത് വിളിച്ചാലും പോവോ? ഓ, ഇനിയും ബാക്കി ഇതേപോലെ 12 തൊടിയും കൂടെ ഇറക്കാനുണ്ട്. ആകെ 25 തൊടി ഇറക്കണം. പിടിച്ചോളൂ. അതെ, അപ്പോൾ നമുക്ക് ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റും? വെള്ളം ഫുള്ള് പണിയും കഴിഞ്ഞ് ഈ തേപ്പും കഴിഞ്ഞാൽ 3 ദിവസം കിണർ മൂടിയിടണം. മൂടിയിടണം. ഉപയോഗിക്കാം. നല്ല ശുദ്ധമായ വെള്ളം കിട്ടിക്കണം. നല്ല വെള്ളം. ഈ സിമെന്റിന്റെ പുളി മാറണം. ഈ റിങ്ങിനകത്ത് സിമെന്റ് ഇല്ലേ, ആ സിമെന്റിനകത്ത് ഈ പുളിയുണ്ട്, സിമെന്റിന്റെ പുളിയുണ്ട്. 4 ദിവസം കഴിഞ്ഞിട്ട് അത് മാറിക്കിട്ടും ഉപയോഗിക്കാം. വെള്ളം ഇനിയും പൊങ്ങി വരുമ്പോ പുതിയ തൊടിയിലോട്ട് പിന്നെ വെള്ളം കയറത്തില്ല. സൈഡിൽ നിന്ന് ഇറങ്ങുന്നില്ലേ, സൈഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് മാറിക്കോളും. അത് മാറിക്കോളാം. ഈ മേളി വരെയുള്ള ഇത് ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എത്ര അടി വെള്ളം ഉണ്ട് അതിൽ മേലോട്ട് പൊങ്ങത്തില്ല. നമ്മളിൽ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് വെള്ളം കാണത്തില്ല. കുറെ താഴെ ചെല്ലുമ്പോൾ ഫസ്റ്റ് വെള്ളം കാണത്തില്ല. അവിടെ നിന്ന് എത്ര അടി താഴോട്ട് കുടിച്ചാലും ആ ഫസ്റ്റ് വെള്ളം കാണുന്നിടത്ത് വരെ വെള്ളം കാണും. പിന്നെ അതിന് മേലോട്ട് വെള്ളം കയറത്തില്ല. പിന്നെ ഇവിടെ വെച്ചാൽ കനാൽ തുറക്കുമ്പോൾ വെള്ളം തുറക്കുമ്പോൾ കയറില്ല, കനാൽ അടയ്ക്കുമ്പോൾ അതേ വെള്ളം കൂട്ടില്ലേ. ആ ഫസ്റ്റ് കിണർ കുടിച്ചപ്പോൾ വെള്ളം കണ്ടില്ലേ, അതിൽ ഒരടി താഴെ എപ്പോഴും വെള്ളം. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്ന കനാല് തുറക്കുമ്പോ പുതിയ തൊടിയിലും വെള്ളം ആവത്തില്ലേ, അപ്പൊ പിന്നെ ഒരു പുളി വരത്തില്ല. നമ്മൾ ഈ റിങ്ങെന്ന് പറഞ്ഞാൽ ഈ റിങ്ങിനകത്ത് കുറെ വെള്ളം ഒഴിച്ച് പുളി കളഞ്ഞു കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ ഒരു ഇതിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ, ഈ പുളി ഉണ്ട് നിങ്ങൾ ചോദിക്കരുത്. സിമെന്റിനകത്ത് അറിയാവുന്നവർ ചോദിക്കാൻ തരും. നമ്മൾ പറയുന്നത് അതിനെ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കിണർ അടച്ചിട്ടാൻ പറയാം. എന്നിട്ട് ആ ഫസ്റ്റ് വെള്ളം ടാങ്കി കയറ്റുന്നതിന് മുമ്പ് അടിച്ച് കളയണം. അടിച്ച് കളഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കാം. അകത്തിട്ട് ചരലുണ്ടല്ലോ, ചരല് എല്ലാം ഇനി സൈഡിലോട്ട് നീക്കിയിടുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഉറപ്പിച്ചിടുക. ഇതിൽ നമ്മൾ തൊടി നല്ല ഉറപ്പായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ 25ാമത്തെ തൊടിയും ഇറക്കി കഴിഞ്ഞു. ഇനിയിപ്പം അതിൻ്റെ മുകളിലും മെറ്റിലിട്ടിട്ട് നല്ലതുപോലെ ഉറപ്പിച്ചു കൊടുക്കണം. ഇനി അതെല്ലാം മാറ്റിയിട്ട് നമുക്കിനി കാണാം.
ഇപ്പം നമ്മുടെ തൊടികളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് മെറ്റിലും നിറച്ചിട്ടുണ്ട്. അപ്പം വെള്ളം ഒന്നുണ്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡിലോട്ട് കുറച്ചും കൂടെയൊക്കെ മണ്ണിട്ട് കൊടുക്കണം, ചരലിട്ട് കൊടുക്കണം. അതിനെ കെട്ടി ഇറക്കി കൊടുക്കുകയാണ്. നേരത്തെ ഇതിലും ചെറിയ റിങ്ങായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പം ചെറിയ റിങ് ആകുമ്പോഴേ ഇറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നല്ല വിസ്താരമായിട്ടുണ്ട്. അപ്പം നമ്മുടെ മോട്ടർ മൊത്തത്തിൽ മണ്ണ് പിടിച്ചതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ രാജേഷ് പ്ലംബർ വന്നിട്ടുണ്ട്. ഇനി രാജേഷിന് അതെല്ലാം ഇനി വൃത്തിയാക്കിയിട്ട് അതിന് കിണറ്റിലിറക്കണം. ഇനി രാജേഷ് അതിനകത്തെല്ലാം മണ്ണ് ആയിട്ടുണ്ട് അല്ലയോ? ഇതിനകത്ത് മൊത്തം മണ്ണായിട്ട് ഇരിക്കുക. ഇതെല്ലാം വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ക്ലീനാക്കി ഇറക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മോട്ടറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ മോട്ടർ സർവീസബിൾ ആണോ എന്ന് നോക്കുവാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമ്മുടെ മോട്ടറിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടൊരു ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് മോട്ടർ അതിൽ മുക്കി വെച്ചിരിക്കുകയാണ്. വെള്ളം നല്ല സ്പീഡിന് വരുന്നുണ്ട്. അപ്പം കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായി. അപ്പം അതിനകത്തുള്ള അഴുക്കുകളും എല്ലാം അങ്ങ് പുറത്ത് പൊക്കോളും. മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങ് പുറത്തങ്ങ് പൊക്കോളും. ഇനിയിപ്പം അതിൻ്റെ പൈപ്പുകളൊക്കെ കണക്ട് ചെയ്യുകയാണ്. ഇനി അത് കിണറ്റിനകത്തോട്ട് ഇറക്കി വയ്ക്കാനുള്ള പരിപാടിയാണ് അടുത്തത്. ഇനി കിണറ്റിൽ കിടക്കുന്ന അഴുക്ക വെള്ളമെല്ലാം അടിച്ച് കളയണം. ടാങ്കിൽ കയറ്റാതെ പുറത്ത് തന്നെ കളയുകയാണ് ചെയ്യുന്നത്. എന്തെല്ലാം ജോലിയെന്നറിയാമോ? അതിന് ഇടയ്ക്ക് കൂടെ ഈ രണ്ട് പിള്ളേർ അവർക്കാണ്ടൊരു മണിയൊക്കെ, ഇത് മണിയല്ല, ഒരു ചുമന്ന റിബണൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. മണിക്കുട്ടി വന്നൊന്ന് കാണിച്ചേ. മണിക്കുട്ടി, മണിക്കുട്ടിയുടെ റിബൺ അതേപോലെ ഇരിപ്പുണ്ട്. ഈ ചെറുക്കനാണെങ്കിൽ അത് കടിച്ച് ഊരിക്കളഞ്ഞ് വീണ്ടും കെട്ടിക്കൊടുത്തതാണ്. തൊറ്റൊരു കുട്ടാച്ചി. അപ്പം നമ്മൾ തൊടിയൊക്കെ ഇറക്കിയതിന് ശേഷം നമ്മുടെ കിണറ്റിൻ്റെ മുകൾ ഭാഗമൊക്കെ കുറച്ചൊക്കെ ഇടിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് നേരെയാക്കി ഒന്ന് വൃത്തിയാക്കി അപ്പം സിമെൻറ്റൊക്കെ തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2-3 തൊടി നമ്മൾ മേലത്തുള്ള ഒരു പാവട്ടം സിമെൻറ്റ് തേക്കുകയാണിത്. കിണറ്റിനകത്ത് കണ്ട കുറച്ച് തടികളൊക്കെ നേരത്തിലിട്ട് ചാര് കെട്ടിയിട്ട് മേശ്ശേരി അവിടെ നിന്ന് സിമെൻറ്റൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കിണറ്റിൽ ഇങ്ങനെ നിന്നിട്ടുള്ളൊരു അനുഭവം എന്തുവാ? ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേടിയാവുന്നു ഇങ്ങനെയൊക്കെ നിൽക്കുന്നതാണ്. പേടിച്ചാ നിൽക്കുന്നേ. നല്ലതുപോലെ ചാരി കെട്ടിട്ടുണ്ട് അല്ലേ? ഇറങ്ങാൻ പറ്റത്തില്ല, നല്ല ആഴമുണ്ട്. അനിമേശ്വരിയാണ് ഇതിൻ്റെ കാർമേഘം വഹിക്കുന്നത്. പുള്ളിക്ക് സഹായിയായിട്ട് അലക്സ് ഉണ്ട്. ഇവർ രണ്ടുപേരോടാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മുടെ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട്. മോട്ടർ നമ്മുടെ ടാങ്കുമായിട്ട് ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല. ഇനി ഇത് സിമെൻറ്റൊക്കെ തേച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ കിണർ നല്ലതുപോലെ ഇറക്കണം. എന്ന് വെച്ചാൽ ഈ നമ്മുടെ എല്ലാ തൊടികളും വെള്ളം ഒഴിച്ച് കഴുകണം അല്ലേ? വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് പിന്നെ അത് നല്ലതുപോലെ ഇറച്ചിട്ട് പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വെള്ളം വാങ്ങിച്ചാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാണ് ഇറക്കണം. അപ്പം നമ്മൾ പണ്ടേ ചെയ്ത കിണറായതുകൊണ്ട് ആ കിണറ്റിൻ്റെ വക്കഭാഗം എല്ലാം ഇടിഞ്ഞ് ഇങ്ങനെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ റീപ്ലാസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പം ഇതൊക്കെ കണ്ടില്ല, എല്ലാം മാറ്റി എല്ലാം എടുത്ത് കളഞ്ഞു. പുതുതായിട്ട് നമ്മളിനി സിമെൻറ്റ് തേക്കാണ് അവിടെ അല്ല. അതേപോലെ തന്നെ അതിൻ്റെ തറയും നല്ലതുപോലെ സിമെൻറ്റൊക്കെ തേക്കാനായിട്ട് കുഴച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. ഈ മണ്ണ് നമ്മൾ കിണറ്റിൽ നിന്ന് വാരിയെടുത്ത മണ്ണാണ്. ഇപ്പം 2 പേരെയും നിർത്തി 2 ദിവസമായിട്ട് നിർത്തിയിട്ട് ഇതെല്ലാം നമ്മുടെ വടക്ക് വശത്തായിട്ട് നമ്മുടെ മുറ്റത്ത് നമ്മളിങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പം നല്ലപോലെ വണ്ടിയൊക്കെ കൊണ്ട് തിരിക്കാമെന്നൊക്കെ കരുതിയാണ്. പിന്നെ തന്നെയല്ല നമ്മുടെ ചെടികളൊക്കെ നടാനും ഒക്കെ ആയിട്ട് നല്ല ഒരു വൃത്തിയാക്കി നമ്മുടെ പരിസരമാണ് എടുത്തു. അത്രയ്ക്കും മണ്ണുണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ മണ്ണുണ്ടായിരുന്നു. എല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ട് അറുമാന വെച്ചിട്ടാണ് ഈ മണ്ണെല്ലാം ഇവിടെ ആക്കിയത്. എന്തായാലും ഭാഗ്യം, നമ്മുടെ കിണറ്റിൻ്റെ പണി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കനാൽ തുറന്ന് വിട്ടിട്ടുണ്ട്. ഇപ്പം വെള്ളം കണ്ടില്ലേ, നമ്മുടെ 25 തൊടിയും കഴിഞ്ഞിട്ട് അതിന് മുകളിലോട്ട് വെള്ളം കയറിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ വെള്ളം വന്നിരുന്നെങ്കിൽ നമ്മൾ ആകെ കൊഴിഞ്ഞു പോയനായിരുന്നു അല്ലേ. ദൈവം ചെയ്യുന്നതായ ഓരോ ഉപകാരങ്ങളും എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല, അത്രയ്ക്ക് അതിശയമാണ്. ഇത് കണ്ടില്ലേ. അപ്പം നമ്മുടെ കിണറ്റിൻ്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു.
അപ്പം നമ്മുടെ കിണറും അതേപോലെ തന്നെ കിണറിൻ്റെ ചുറ്റുമുള്ള ഭാഗമെല്ലാം നമ്മൾ സിമെൻറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മണിക്കുട്ടിയെ ഒന്ന് അടച്ചിട്ടിരിക്കുകയാണ്. കാരണം അവർ ഈ സിമെൻറ്റിനകത്തെല്ലാം ചവിട്ടി തേച്ചിട്ട് എല്ലാം താഴ്ത്തി പാടാക്കി കളയും. അവർ വീണ്ടും പിന്നെയും ചെയ്തവർ വന്ന് കുരുത്തക്കേട് കാണിച്ചായിരുന്നു രണ്ടുപേരും കൂടെ. അപ്പം മേശിരിമാർ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുകയാണ് അവർ. എന്നിട്ട് പണിയൊക്കെ പൂർത്തിയാക്കി നമ്മുടെ കിണറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളിത് മോട്ടറുമായിട്ടൊക്കെ ടാങ്കുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഇനി വെള്ളമൊക്കെ അടിച്ച് മാറ്റണം. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഇറച്ചെങ്കിൽ മാത്രമേ നമുക്കത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഈ വെള്ളം കുടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും കനാല് തുറന്നത് ഒരു അനുഗ്രഹമായി. കാരണം ഈ തൊടിയുടെ പുളിപ്പും അതേപോലെ തന്നെ അതിനകത്ത് ഇട്ട മെറ്റലിൻ്റെ എല്ലാം അഴുക്കും പുളിപ്പും എല്ലാം പോകാനും തൊടിയിലുള്ളതായ അഴുക്കുകൾ എല്ലാം പോകാനും കനാല് തുറന്നത് വലിയൊരു അനുഗ്രഹമായി എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഈ സമയം നമ്മൾ തിരഞ്ഞെടുത്തത് ഇപ്പം കുറച്ച് കാലമായിട്ട് നമുക്ക് പിന്നെ കിണർ ഇറക്കാനൊക്കെ ആളിനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും ആഴമുള്ള കിണറാണ്. പിന്നെയെന്ന് വെച്ചാൽ ആഴമുള്ള കിണറ്റിനകത്ത് ഇറങ്ങി നിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറങ്ങുന്നവരുടെ പുറത്തോട്ട് ഈ മണ്ണൊക്കെ പൊടിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യും. അങ്ങനെ എന്തായാലും നമുക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് തോന്നി. അങ്ങനെയാണിത് ചെയ്യുന്നത്. തന്നെയല്ല, കനാലൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പെട്ടെന്ന് അങ്ങ് കയറും. പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സമയമാകുമ്പോൾ നല്ലൊരു ഉണക്ക സമയമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ സമയം തിരഞ്ഞെടുത്തത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കിണർ വൃത്തിയാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ ഇത്രയും വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടെങ്കിലും നമ്മുടെ പച്ചക്കറി കൃഷിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചെടികളെയാണെന്നുണ്ടെങ്കിലും ഉള്ള വെള്ളം കൊണ്ട് അവർക്കും അവരുടെ ദാഹം തീർക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് നിന്നിട്ട് അത് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ വെള്ളം എടുത്തു. പിന്നെ നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ എന്തായാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഒന്നും നമ്മൾ അധികം നഷ്ടമൊന്നും വരാത്ത രീതിയിൽ നമ്മുടെ ചെടികൾക്കോ നമ്മുടെ പച്ചക്കറികൾക്കോ ഒന്നും നഷ്ടം വരാത്ത രീതിയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരാഴ്ച കൂടെ എടുക്കുമെന്നാണ് അവർ പറയുന്നത്. വെള്ളം തെളിഞ്ഞ് നമുക്ക് കുടിക്കത്തക്ക രീതിയിലാവണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കിണറൊക്കെ ഒന്ന് വൃത്തിയാക്കണം, തൊടിയൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യുക, വൃത്തിയാക്കിയൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെയും നമുക്ക് എന്താ വേണം, നമുക്ക് കുടിവെള്ളം അത്യാവശ്യം തന്നെയാണ് അല്ലേ. അപ്പം ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനൊക്കെ എല്ലാവരും ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.